നമസ്കാരം. പൊളിച്ചെഴുത്തിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ശ്രീ MT വാസുദേവൻ നായർ, നമ്മളുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിലിരിക്കുമ്പോൾ അദ്ദേഹത്തെ വിമർശിച്ച് സംസാരിച്ചു. അസാധാരണമായ ഒരു കാര്യമായിരുന്നു. സാധാരണ വേദിയിലിരുത്തിക്കൊണ്ട് ആരും അങ്ങനെ ആരെയും വിമർശിക്കാറില്ല. മുഖ്യമന്ത്രിയെന്നല്ല, ആരെയും വിമർശിക്കാറില്ല. അസാന്നിധ്യത്തിലാണ് പലപ്പോഴും വിമർശനങ്ങൾ നടത്താറുള്ളത്. അതും MT വാസുദേവൻ നായരെ പോലെ വല്ലപ്പോഴും മാത്രം ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരാൾ വേദിയിൽ മുഖ്യമന്ത്രി ഇരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എഴുതി തയ്യാറാക്കിയ ഒരു വിമർശനമാണ് അവിടെ വായിച്ചത്. അതിനെ ചൊല്ലി വലിയ വാദകോലാഹലങ്ങളുണ്ടായി. ആദ്യം തന്നെ CPM പറഞ്ഞു അത് പിണറായിയെ പറ്റിയല്ല, നരേന്ദ്രമോദിയെ പറ്റിയാണ് എന്ന് പറഞ്ഞു. ആ പ്രസംഗം കേട്ടാൽ സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവും. അദ്ദേഹം ലെനിൻ്റെ സ്റ്റാലിൻ്റെയൊക്കെ കാര്യം പറയുന്നു, സോവിയറ്റ് യൂണിയനിലെ ഭരണത്തെ വിമർശിച്ച ആൻ്റൺ ചെക്കോവ്, വില്യം റീഹ് തുടങ്ങിയവരുടെ കാര്യം പറയുന്നു, EMSൻ്റെ കാര്യം പറയുന്നു. എന്നിട്ട് ആണ് ഈ വിമർശനം. അപ്പോൾ അത് നരേന്ദ്രമോദിക്കെതിരെയുള്ള വിമർശനമാകുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, നരസിംഹറാവു ഇവരുടെയൊക്കെ കാര്യം, ഇവരൊക്കെ പ്രധാനമന്ത്രിമാരായിരുന്നു, ഇവരുടെയൊക്കെ കാര്യം പറഞ്ഞിട്ട് ഈ വക സൂചനകളോടെ സംസാരിച്ചാൽ അതിപ്പോഴത്തെ പ്രധാനമന്ത്രിക്കെതിരെ എന്ന് വിചാരിക്കാം. അതല്ല, ഭാരതീയ ജനസംഘം, BJP തുടങ്ങിയവരുടെ നേതാക്കൾ, ദീനദയാൽ ഉപാധ്യായ, അടൽ ബിഹാരി വാജ്പേയി ഇവരുടെയൊക്കെ കാര്യം പറഞ്ഞിട്ടാണ് പിന്നെ വിമർശിക്കുന്നതെങ്കിൽ അത് മോദിയെ പറ്റിയാണെന്ന് മനസ്സിലാക്കാം. ഏതായാലും ലെനിൻ, സ്റ്റാലിൻ, ആൻ്റൺ ചെക്കോവ്, EMS നമ്പൂതിരിപ്പാട് ഇതൊന്നും മോദിയുടെ പാരമ്പര്യത്തിൽപ്പെട്ടവരല്ലല്ലോ. അതുകൊണ്ട് മോദിയെ ഉദ്ദേശിച്ചാണ് അത് പറഞ്ഞത് എന്ന് പറയുന്നതിൽ കഥയില്ല. അത് ജനങ്ങളുടെ സാമാന്യ ബുദ്ധിയെ വെല്ലുവിളിക്കലാണ്. MTയെ ഒരുമാതിരി കൊച്ചാക്കുകയുമാണ്. അത് ചെയ്യരുതായിരുന്നു. വിമർശനം തീർച്ചയായിട്ടും പിണറായി വിജയനെതിരെയാണ് MT നടത്തിയത്. അതിരിക്കട്ടെ, MT നടത്തിയ വിമർശനത്തിലെ മെറിറ്റാണ് നമ്മുടെ വിഷയം. MT പറഞ്ഞു EMS നമ്പൂതിരിപ്പാട് വ്യക്തിപൂജയുടെ പരിസരത്ത് പോലും പോകുന്ന ആളല്ല. ഇതായിരുന്നു MTയുടെ ഒരു വിമർശനം. അതിനർത്ഥം പിണറായി വിജയൻ വ്യക്തിപൂജയുടെ ഭാഗത്ത് പോകുന്നു, അത് ആസ്വദിക്കുന്നു എന്നാണ് വ്യംഗ്യാർത്ഥം. ഇത് വസ്തുതാപരമല്ല. MT എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. MT കേരളത്തിൽ ജീവിച്ച ആളാണ്. ഇപ്പോൾ 90 വയസ്സായി. അദ്ദേഹം കാണാത്ത രാഷ്ട്രീയമൊന്നുമില്ല. എന്നിട്ടും അദ്ദേഹം ഇത് പറഞ്ഞു. ചരിത്രത്തിനൊപ്പം നടന്ന ഒരാൾ. ഇത് EMSനെ പറ്റിയുള്ള ഒരു പുസ്തകമാണ്. EMS ജീവിച്ചിരിക്കുമ്പോൾ 1996 മറ്റോ VS സുനിൽകുമാർ എന്ന് പേരുള്ള ഒരാൾ എഴുതിയ പുസ്തകമാണ്. ചരിത്രത്തിനൊപ്പം നടന്ന ഒരാൾ. അതൊരു പ്രശംസയല്ലേ, ഒരു വ്യക്തിപൂജയല്ലേ? ആ പുസ്തകത്തിൽ നിറച്ച് ക്രാന്തദർശി, വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം, ഇതുപോലെയുള്ള ഒരുപാട് അതിശയോക്തികളൊക്കെ ഉണ്ടാവും. ഒരു മനുഷ്യൻ്റെ ജീവചരിത്രം മറ്റുള്ളവർ തയ്യാറാക്കുമ്പോൾ, പ്രത്യേകിച്ചും അയാൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ, കുറേ അധികം പുകഴ്ത്തലുകൾ ഉണ്ടാകും. ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് EMSുമായിട്ട് കൺസൾട്ട് ചെയ്ത് സംശയം തീർത്തൊക്കെ ഇറക്കിയ പുസ്തകമാണ്. അതിനു മുമ്പ് 1987 അപ്പുക്കുട്ടൻ വള്ളിക്കുന്നിൻ്റെ പുസ്തകം ഇറങ്ങി. അതാണ് അറിയപ്പെടാത്ത EMS. അറിയപ്പെടാത്ത EMSൻ്റെ ആദ്യത്തെ അധ്യായം തന്നെ 4-ാം ബ്രാൻ്റെ തിരുപ്പിറവി എന്നാണ്. അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന് അതിലെഴുതിയിരിക്കുന്നു, EMSുമായിട്ട് നിരന്തരം സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിലെ പല ഏടുകളും മനസ്സിലാക്കി അദ്ദേഹത്തെ തന്നെ പുസ്തകം കാണിച്ച് അദ്ദേഹം വേണ്ട തിരുത്തലുകൾ, മാറ്റലുകളൊക്കെ വരുത്തി ഒക്കെ ഇറക്കിയ പുസ്തകമാണ് ഈ പറഞ്ഞ അറിയപ്പെടാത്ത EMS. അപ്പോൾ EMSനെ അറിയിക്കാൻ EMS തന്നെ നടത്തിയ ഒരു ശ്രമം, അപ്പുക്കുട്ടൻ വള്ളിക്കുന്നിലൂടെ നടത്തിയ ശ്രമമായിട്ട് വേണം നമ്മളിതിനെ കാണാൻ. ഇതിൻ്റെ ആദ്യ അധ്യായം 4-ാം ബ്രാൻ്റെ തിരുപ്പിറവി. 4-ാം ബ്രാൻ എന്ന് വെച്ചാൽ 4-ാം തമ്പുരാൻ. ഇതാണ് 4-ാം ബ്രാൻ. തിരുപ്പിറവി യേശുക്രിസ്തുവിൻ്റെ തിരുപ്പിറവി എന്ന് ക്രിസ്ത്യാനികൾ പ്രയോഗിക്കാറുണ്ട്. അല്ലാത്തവരാരും തിരുപ്പിറവി എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. എവിടെയെങ്കിലും ഇനി ഏതെങ്കിലും രാജാവിനെ പറ്റിയോ വല്ലതും പറഞ്ഞിട്ടുണ്ടാവാം.
ബട്ട് ബൈ ആൻഡ് ലാർജ് ക്രിസ്ത്യാനികൾ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെയാണ് തിരുപ്പിറവി എന്ന് പറയാറുള്ളത്. ആ വാക്കാണ് EMSൻ്റെ ജനനത്തിന് അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന് കൊടുക്കുന്നത്. പിൽക്കാലത്ത് അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന് ദേശാഭിമാനിയിൽ നിന്ന് അദ്ദേഹത്തെ നീക്കി പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് പുറത്തുപോയി. അത് വേറെ കാര്യം. അതൊക്കെ EMSൻ്റെ മരണശേഷം നടന്ന കാര്യങ്ങളാണ്. EMS ജീവിച്ചിരിക്കുമ്പോൾ EMSുമായിട്ട് കൺസൾട്ട് ചെയ്ത് ഇറക്കിയ പുസ്തകം അറിയപ്പെടാത്ത EMS, അതിൻ്റെ ആദ്യ അധ്യായം 4-ാം ബ്രാൻ്റെ തിരുപ്പിറവി EMSൻ്റെ ജനനത്തെ വിശേഷിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ EMS വ്യക്തിപൂജയ്ക്ക് കൂട്ടുനിൽക്കാത്ത ആളാണെന്ന് MT പറഞ്ഞത് സത്യസന്ധമായിട്ടാണോ? 80 തികഞ്ഞ EMS ബെർലിൻ കുഞ്ഞനന്തൻ നായരുടെ പുസ്തകമാണ്. അതിലുമുണ്ട് ധാരാളം അതിശയോക്തികൾ. കുഞ്ഞനന്തൻ നായർ EMSനെ ഇങ്ങനെ പുകഴ്ത്തി പാടുന്നു. ഈ സമയത്തൊക്കെ EMS ജീവനോടെ ഉണ്ടെന്ന് മനസ്സിലാക്കണം. EMS ഏതെങ്കിലും പുസ്തകം തടഞ്ഞോ? ഇല്ല. അദ്ദേഹം അത് ആസ്വദിച്ചു. EMSൻ്റെ ഇത്തരം EMSനെ പുകഴ്ത്തിയുള്ള പുസ്തകങ്ങൾക്ക് അവതാരിക എഴുതിയത് P. ഗോവിന്ദപിള്ള പോലെയുള്ള വലിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കളാണ്, ദാർശനികർ എന്നൊക്കെ അവകാശപ്പെടുന്നവർ. അവർ ഈ പുകഴ്ത്തലിന് അവതാരികയും എഴുതിയിരിക്കുന്നു. പിന്നെന്ത് വേണം? ഇങ്ങനെയുള്ള EMSനെ ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാട്ടി പിണറായി വിജയനെ എങ്ങനെ MTക്ക് വിമർശിക്കാൻ പറ്റും? നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പിണറായി വിജയനെ പറ്റി ഒരു പുസ്തകം ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഇനി അറിയപ്പെടാതെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. ബട്ട് അറിയപ്പെടുന്ന ഒരു പുസ്തകവും ജീവചരിത്രവും പിണറായി വിജയൻ്റെ ഇറങ്ങിയിട്ടില്ല. ഇന്ന് വരെ ഒരു പുസ്തകമില്ല. ആ പിണറായി വിജയനെ EMSനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ വിമർശിക്കാൻ പറ്റും? ഞാൻ പിണറായി വിജയൻ നല്ല മനുഷ്യനാണ്, വ്യക്തിപൂജ ഇഷ്ടപ്പെടാത്തവനാണ്, ഇങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഈ താരതമ്യത്തിൽ വലിയൊരു പ്രമാദം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ പക്ഷം. പിണറായി വിജയന് 110 കുറ്റങ്ങൾ നിങ്ങൾക്ക് പറയാം, പക്ഷേ പിണറായി വിജയനെ പുകഴ്ത്തി ഒരു പുസ്തകം ഇതുവരെ ഇറങ്ങിയിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ എന്തോ പാട്ടിറങ്ങി, അതിൽ സൂര്യനാണ് കഴുകനാണെന്നൊക്കെ പറഞ്ഞ് ഒരു ബഹളമുണ്ട്. അത് ഞാൻ കാണാതിരിക്കുന്നില്ല. പക്ഷേ അത് ഏതോ അറിയപ്പെടാത്ത ഒരാൾ എന്തോ ഒരു കവിത എഴുതി അതിങ്ങനെ സോഷ്യൽ മീഡിയ ആഘോഷിച്ചു എന്നുള്ളതല്ലാതെ ഈ EMSനെ പോലെ ലബ്ധപ്രതിഷ്ഠ നേടിയ നേതാവിനെ പറ്റി അതിശയോക്തിയും അത്യുക്തിയും കുത്തി നിറച്ച് തമ്പുരാനെന്നും തിരുപ്പിറവി എന്നും ഒക്കെ വിളിക്കുന്ന ജാതി ഒരു പുസ്തകമൊന്നും പിണറായി വിജയൻ ഇറക്കിയിട്ടില്ല. അഥവാ വിജയനെപ്പറ്റി മറ്റാരെങ്കിലും എഴുതിയിട്ടുമില്ല. അപ്പം ആരാ ഭേദം? വ്യക്തിപൂജ നോക്കിക്കഴിഞ്ഞാൽ പിണറായി അല്ലേ ഭേദം? പിണറായി ദുഷ്ടനായിരിക്കാം, അഴിമതിക്കാരനായിരിക്കാം, എന്തുമായിരിക്കാം. പക്ഷേ EMSനേക്കാൾ താഴെയല്ലേ നിൽക്കുന്നുള്ളൂ. വ്യക്തിപൂജയിൽ താഴെ നിൽക്കുന്നുള്ളൂ. അതാണ് സത്യം. നമ്മൾ ഈ ഇമിനൻറ്റ് ത്രെറ്റ്, നമുക്ക് ഇപ്പോൾ ഒരു പേടി സ്വപ്നമായിട്ട് മുഖ്യമന്ത്രി പലർക്കും ഭീകരനായിട്ട് തോന്നുന്നുണ്ട്. അവൻ പോലീസിനെ കൊണ്ട് തല്ലിക്കുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു. കാര്യമൊക്കെ ശരി. പക്ഷേ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ഇതിലും മോശപ്പെട്ട ആളിനെ അദ്ദേഹം മഹാനായിരുന്നു എന്ന് പറഞ്ഞ് പുകഴ്ത്തുന്നത് എങ്ങനെ ശരിയാക്കും? ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റാലിനെ കുറ്റം പറയണം. സ്റ്റാലിനെ കുറ്റം പറയാനായിട്ട് ലെനിൻ മഹാനായിരുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? ലെനിനും സ്റ്റാലിനെ പോലെയോ അതിനേക്കാൾ മോശമായൊരു ക്യാരക്ടറായിരുന്നു ലെനിൻ. ഇവരൊക്കെ ആൾക്കാരെ കൊന്നതിന് കയ്യും കണക്കുമില്ല, നമുക്കൊക്കെ അറിയാവുന്നതല്ലേ. അപ്പോൾ ഈ വ്യക്തിപൂജ എന്ന് പറയുന്ന കാര്യത്തിൽ അഗ്രഗണ്യനായിരുന്നു EMS. അതിൻ്റെ 4 അയൽവക്കത്ത് ഇതുവരെ പിണറായി വിജയൻ എത്തിയിട്ടില്ല. ഇനി നാളെ എത്തുമായിരിക്കാം. കാരണം കമ്മ്യൂണിസ്റ്റുകാർ വ്യക്തിപൂജ ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ പോലും വ്യക്തധിഷ്ഠിതമായ ഒരു പ്രസ്ഥാനമാണ് അവരുടെ പാർട്ടി. നേരത്തെയൊക്കെ അത് പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്നു അവസാന വാക്ക്. ഇപ്പോൾ അത് മാറി മുഖ്യമന്ത്രിയായി. കാരണം പാർട്ടി ചെറുതായി. ഇപ്പോൾ ജനറൽ സെക്രട്ടറി അത് ഇതെന്ന് പറഞ്ഞതിന് പുല്ലുവിലയാണ്. പിണറായി വിജയനാണ് എല്ലാം തീരുമാനിക്കുന്നത്. അങ്ങനെ മുഖ്യമന്ത്രിയുടെ കയ്യിലായിപ്പോയി എന്നുള്ളതല്ലാതെ നേരത്തെ അവരുടെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ പാർട്ടി എന്ന വ്യക്തി. നിങ്ങൾ നോക്കൂ, VT രണദിവെ 1948 കൽക്കട്ട തീസിസ് എന്നൊരു തീസിസ് ഇറക്കുന്നു. ആ തീസിസിൻ്റെ ഉള്ളടക്കം എന്താ? ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. 47 സ്വാതന്ത്ര്യം കിട്ടിയതാണ്. അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. വെള്ളക്കാരുടെ കയ്യിൽ നിന്ന് കൊള്ളക്കാരുടെ കയ്യിലേക്ക് അധികാരം മാറിയത് മാത്രമേ സംഭവിച്ചുള്ളൂ. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് ചെയ്യണം?
വിപ്ലവത്തിലൂടെ ഭാരതം പിടിച്ചെടുക്കണം. വിപ്ലവം നടത്തേണ്ടത് എങ്ങനെ? പോലീസ് സ്റ്റേഷനുകൾ ആക്രമിക്കുക, അതാണ് ഭരണകൂടത്തിൻ്റെ മർദ്ദനോപകരണം. അപ്പോൾ അതാദ്യം പിടിച്ചെടുക്കുക, ഇതാണ് പോലീസ് സ്റ്റേഷൻ പിടിച്ചെടുക്കൽ. എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണം എന്നൊക്കെ പറയാറില്ലേ, ആ സാധനം ഇതാണ്. അല്ല, അതെന്തോ സ്വാതന്ത്ര്യ സമരമാണെന്നൊക്കെ ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നു, ഇവർ ഈ മഹത്വവൽക്കരിക്കുന്നുമുണ്ട്. പോലീസ് സ്റ്റേഷൻ ആക്രമണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് താക്കോൽ പിടിച്ച് മേടിച്ച് ലോക്കപ്പ് തുറന്ന് പ്രതികളെ തുറന്നു വിടുക, അവിടെയുള്ള പോലീസുകാരെ തല്ലി ഓടിച്ചിട്ട് നമ്മൾ പോലീസുകാരായിട്ട് നിൽക്കുക. ഇതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ വിപ്ലവം. അവസാനം ആ വിപ്ലവം അടികൊണ്ട് ആവശ്യനിലയിലായി, എല്ലാം കൂടെ പൂട്ടിക്കെട്ടി, പാർട്ടി നിരോധിക്കപ്പെട്ടു. ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ആ കലാപരിപാടി നിന്നു. ഈ തീസിസ് കൊണ്ടുവന്ന BT രണദിവയെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്തു. മാത്രമല്ല, അദ്ദേഹത്തെ ഇവർ തന്നെ വിമർശിക്കുകയൊക്കെ ചെയ്തു ഈ തീസിസ് കൊണ്ടുവന്നതിന്. അപ്പോൾ പ്രശ്നം വ്യക്തിയധിഷ്ഠിതം ആയ ഒരു പാർട്ടിയുടെ പ്രശ്നം CPM-ന് ഉണ്ട്. അതൊരു മോശം കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം വ്യക്തികൾ ചേർന്നതാണ് എല്ലാ പാർട്ടിയും. അതിൽ വ്യക്തിക്ക് പ്രാധാന്യമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. വ്യക്തികൾക്ക് പ്രാധാന്യമുണ്ട്. അതിൽ കൂടുതൽ സ്മാർട്ടായിട്ടുള്ള, കൂടുതൽ കഴിവുള്ള, വാക്സാമർഥ്യമുള്ള, പ്രവൃത്തി പരിചയമുള്ളവർക്ക് മേൽക്കൈ കിട്ടും. അവർ പറയുന്ന കാര്യം പാർട്ടിയിൽ അംഗീകരിക്കപ്പെടും. ഇതൊക്കെ സർവ്വസാധാരണമാണ്. ഇതില്ല എന്ന് നടിക്കേണ്ട കാര്യമില്ല. അതാണ് ഇവരുടെ ഒരു പ്രശ്നം. ഞങ്ങൾ വ്യക്തിയല്ല, പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. ശരി, പാർട്ടി എന്ന് വെച്ചാൽ എന്താ? വ്യക്തികൾ ചേർന്ന ഒരു പരിപാടിയല്ലേ ഈ പാർട്ടി. അപ്പോൾ പിന്നെ വ്യക്തിയെ ഞങ്ങൾ മൈൻഡ് ചെയ്യില്ല. പാർട്ടി ഇങ്ങനെ ആകാശത്ത് തൂങ്ങി കിടക്കുന്ന പ്രത്യേക സാധനം വല്ലതാണ്? ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് വ്യക്തിയധിഷ്ഠിതമാകുന്നതിൽ തെറ്റൊന്നുമില്ല. ഈ ഇല്ലാത്ത വൊക്കാബുലറിയൊക്കെ സമൂഹത്തിൽ കൊണ്ടുവന്നിട്ട് ഞങ്ങളെന്തോ മാന്യന്മാരാണ് എന്ന് വരുത്തി തീർക്കുക, അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പൊതുവെയുള്ള സ്വഭാവം. ആ കാര്യം പിണറായി വിജയൻ്റെ കാര്യത്തിലും ഈ പുസ്തകം വഴിക്കൊക്കെ ഇനി പുകഴ്ത്തലൊക്കെ തുടങ്ങുമായിരിക്കും. ഇപ്പം തന്നെ കാരണഭൂതൻ എന്ന് പറഞ്ഞിട്ട് കൈകൂട്ടി കളിപ്പാട്ടൊക്കെ ഇറങ്ങിയില്ലേ. പിണറായി വിജയൻ അതിനെ നിരുത്സാഹപ്പെടുത്തുകയോ നിരോധിക്കുകയോ വേണ്ടാന്ന് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ പിണറായിയും ഉള്ളിൽ ഇത് എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന് സാരം. പക്ഷേ EMSനെ പോലെ അത്ര പച്ചയ്ക്ക് പിണറായി വിജയൻ തുറന്നു വന്നില്ല, ഇപ്പോഴും എത്തിയിട്ടില്ല ആ ലെവലിലേക്ക് എന്നതാണ് എൻ്റെ നിരീക്ഷണം. വ്യക്തിപൂജയിൽ അഗ്രഗണ്യൻ EMS തന്നെ പൂജിക്കുന്നത് അദ്ദേഹം ആസ്വദിച്ചു. തന്നെപ്പറ്റി ഗുണഗാനങ്ങൾ പാടുന്ന ഗ്രന്ഥങ്ങൾ എഴുതുന്നവരെ വിളിച്ച് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത്, ഉപദേശങ്ങൾ കൊടുത്ത്, വെട്ടിത്തിരുത്തി റെഡിയാക്കി തന്നെപ്പറ്റി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിപ്പിച്ച മഹാനായിരുന്നു EMS. ആ മഹാത്മ്യത്തിലേക്ക് പിണറായി വിജയൻ ഇതുവരെ എത്തിയിട്ടില്ല. അഴിമതി. പിണറായി വിജയൻ്റെ പേരിൽ ധാരാളം അഴിമതി ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. ഇതുവരെ ഒന്നും തെളിയാതെയൊക്കെ കിടക്കുന്നു. പിണറായി വിജയനെ കേന്ദ്ര ഏജൻസികൾ സഹായിക്കുന്നുവെന്നും ഇല്ലെന്നും ഒക്കെയുള്ള തർക്കവാദങ്ങളൊക്കെ നിൽക്കുന്നു. ഇരിക്കട്ടെ, ഏതായാലും ഡയറക്റ്റ് ഒരു അഴിമതി ഇതുവരെ പിണറായി വിജയൻ്റെ പുറത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ആ സത്യം നിൽക്കുന്നു. സംശയങ്ങൾ ധാരാളമുണ്ട് ജനങ്ങളുടെ മനസ്സിൽ. അത് പിണറായി വിജയൻ മൈൻഡ് ചെയ്യുന്നില്ല. ജനങ്ങളോട് പോയി പാട് നോക്കാൻ പറയും, എനിക്കറിയാൻ ചെയ്യാൻ, ഇങ്ങനെയൊക്കെയുള്ള ധാർഷ്ട്യത്തിൽ പോകുന്നു. EMSൻ്റെ കാലത്തോ, EMSൻ്റെ 57 ഭരണകാലത്താണ് ആന്ധ്ര അരി കുംഭകോണം എന്ന് പറഞ്ഞിട്ട് വലിയ ബഹളം നടക്കുന്നത്. അന്ന് അരിക്ഷാമമുണ്ടായിരുന്നു. ആന്ധ്രയിൽ നിന്ന് അരി വാങ്ങാൻ തീരുമാനിച്ചു. തമിഴ്നാട്ടിലെ ഒരു ഏജൻറ്റ് വഴിക്കാണ് അരി ബുക്ക് ചെയ്ത് ഇവിടെ എത്തിച്ചത്. ആ ഏജൻറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണ്. ഒടുവിൽ ഇത് വിവാദമായി കഴിഞ്ഞപ്പോൾ റിട്ടയർഡ് ജസ്റ്റിസ് PT രാമൻ നായർ കമ്മീഷനെ വെച്ചു ഇത് അന്വേഷിക്കാനായിട്ട്. PT രാമൻ നായർ കേരള ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. സ്പോട്ട്ലെസ് ക്യാരക്ടർ വിത്ത് ഇംപെക്കബിൾ ഇൻറ്റഗ്രിറ്റി, ഇങ്ങനെയൊക്കെയുള്ള വ്യക്തി. അദ്ദേഹം അന്വേഷിച്ചിട്ട് ഇതിൽ ലക്ഷങ്ങളിലെ തിരിമറി നടന്നിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് കൊടുത്തു. EMS ആ റിപ്പോർട്ട് അംഗീകരിച്ചില്ല. EMS അംഗീകരിച്ചോ ഇല്ലയോ, മന്ത്രിസഭയ്ക്ക് വേണമെങ്കിൽ റിപ്പോർട്ട് തള്ളിക്കളയാം, അതിനുള്ള അധികാരമുണ്ട്. അപ്പോൾ മന്ത്രിസഭ അത് തള്ളി. പക്ഷേ അഴിമതി ഉണ്ട് എന്ന് നൺ അതർ ദാൻ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് എസ്റ്റാബ്ലിഷ് ചെയ്ത കേസാണ് അതെന്ന് ഓർക്കണം. അന്നത്തെ കാലത്ത് പൊതുതാൽപര്യ ഹർജി എന്ന് പറഞ്ഞൊരു സാധനം കോടതികളിൽ ഇല്ല. അതുകൊണ്ട് വേറെ ആർക്കും കേസിന് പോകാൻ പറ്റില്ല.
കേസ് കൊടുത്ത് രാമൻ നായർ കമ്മീഷൻ റിപ്പോർട്ടും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ അഴിമതി നടത്തി എന്ന് പറയാനായിട്ട് പൊതുതാൽപര്യ ഹർജി എന്ന് പറയുന്ന ആശയം അന്ന് ഇന്ത്യയിലില്ല. അത് പിൽക്കാലത്ത് 1985 സുപ്രീം കോടതി പൊതുതാൽപര്യ ഹർജി എന്നുള്ളൊരു ആശയം അംഗീകരിക്കുന്നത്. അതുവരെ രണ്ട് പേര് തമ്മിലുള്ള കേസാണ് കോടതികളിൽ അഡ്വേഴ്സറി ലിറ്റിഗേഷൻ എന്ന് പറയും. വാദിയും പ്രതിയും ഈ രണ്ട് പേരാണ് കോടതിയിൽ പോകുന്നത് എപ്പോഴും. അല്ലാതെ മൂന്നാമതൊരാൾ നാലാമതൊരാളിൻ്റെ കാര്യം ടേക്കപ്പ് ചെയ്യുക, ഇങ്ങനൊരു ഇതാണല്ലോ പൊതു താല്പര്യം. മറ്റെല്ലാവർക്കും പൊതുവായ ഒരു താല്പര്യം അതിലുണ്ട്. അതിന് വേണ്ടിയിട്ട് അവരെ റെപ്രസെൻ്റ് ചെയ്ത് ഞാൻ വന്നിരിക്കുന്നു, പൊതുജനത്തെ റെപ്രസെൻ്റ് ചെയ്ത് ഞാൻ വരുന്നു. ഇതാണ് പൊതു താല്പര്യ ഹർജി. അപ്പോൾ അങ്ങനെ പണ്ട് റെപ്രസെൻ്റ് ചെയ്യാൻ സമ്മതിച്ചിരുന്നില്ല. നിങ്ങൾക്ക് വല്ല നഷ്ടമോ നാശമോ ഉണ്ടായോ ഉണ്ടെങ്കിൽ അത് ഉണ്ടാക്കിയ ആളിനെതിരെ ഒരു കേസുമായിട്ട് വന്നാൽ ഞങ്ങൾ പരിഗണിക്കാം. അതല്ലാതെ നാട്ടുകാർക്കെല്ലാം ബുദ്ധിമുട്ടാണ്, ഇവിടെ പരിസ്ഥിതി നശിക്കുന്നു, ആറ്റിൽ വിഷം ഒഴുക്കിയിരിക്കുന്നു, ഇതൊന്നും കോടതി എടുക്കില്ല. ആ വെള്ളം കുടിച്ച് നിങ്ങൾക്ക് ബോധക്കേടോ വല്ലതും ഉണ്ടായി എന്ന് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ആ വിഷം കലക്കി ഒഴിച്ച് ആരാണെന്നുള്ളതൊക്കെ നിങ്ങൾ തന്നെ തെളിയിച്ചിട്ട് അയാൾക്കെതിരെ കേസ് കൊടുത്ത് നിങ്ങൾക്ക് ജയിക്കാം. ഇതിനപ്പുറം ഒന്നുമില്ല. അപ്പോൾ പി ടി രാമൻ നായർ കമ്മീഷൻ വരുന്ന കാലത്ത് ഈ പറഞ്ഞ പൊതു താൽപ്പര്യ ഹർജിയില്ല, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അന്ന് നിലവിലില്ല, ഈ പറഞ്ഞ CBI ഇല്ല, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇല്ല, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇല്ല. ഇതൊന്നുമില്ല ഈ 55-56 കാലഘട്ടത്തിൽ. ഇന്ത്യൻ പീനൽ കോഡ് മാത്രമാണുള്ളത്. ഇന്ത്യൻ പീനൽ കോഡ് വെച്ചിട്ടാണ് അന്ന് അഴിമതിക്കാരെ പിടിക്കുന്നത്. CCTV ഒന്നും ഇല്ലാതെയും കള്ളനെ പിടിച്ചുകൊണ്ടിരുന്ന കാലം. അതും ഒരു പോലീസായിരുന്നു കേട്ടോ. ഇപ്പം പോലീസിന് CCTV ദൃശ്യങ്ങളില്ലെങ്കിൽ സ്വാഹ, ഒരു കേസ് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷേ ഇതൊന്നും ഇല്ലാതിരുന്ന കാലത്തും കേസ് അന്വേഷണമൊക്കെ നടന്നിരുന്നു. അപ്പോൾ തെളിയിക്കപ്പെട്ട അഴിമതി, ആദ്യത്തെ അഴിമതി ജസ്റ്റിസ് പി ടി രാമൻ നായർ കമ്മീഷൻ ആന്ധ്ര അരി കുംഭകോണത്തിൽ കണ്ടുപിടിച്ച അഴിമതിയാണ്. അതിൻ്റെ ഉത്തരവാദി EMSഉം കൂടിയാണ്. കാരണം മന്ത്രിസഭാ തീരുമാനമായിരുന്നു അത് ആന്ധ്ര അരി വാങ്ങാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് EMS മാത്രമാണ് എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. പക്ഷേ അഴിമതി തെളിഞ്ഞിരുന്നു. ഈ ഒരവസ്ഥയും പിണറായി വിജയനില്ല. ഈ ഒരവസ്ഥയിൽ പിണറായി വിജയൻ എത്തിയിട്ടില്ല. ഇന്ന് വരെ തെളിഞ്ഞ ഒരു അഴിമതി പിണറായി വിജയൻ്റെ പേരിലില്ല. ആകെ വന്നത് ലാവ്ലിൻ കേസാണ്. അതിൽ ഡിസ്ചാർജ് പെറ്റീഷൻ കൊടുത്ത് കീഴ്ക്കോടതിയിലും ഹൈക്കോടതിയിലും പിണറായി വിജയൻ കുറ്റവിമുക്തനായി. ഡിസ്ചാർജ് പെറ്റീഷൻ വിചാരണ കഴിഞ്ഞുള്ള കുറ്റവിമുക്തിയല്ല കേട്ടോ. വിചാരണയ്ക്ക് മുമ്പ് തന്നെ പ്രഥമ ദൃഷ്ടിയായി എൻ്റെ പേരിൽ യാതൊരു കേസും ഇല്ല, എന്നെ വെറുതെ കുടുക്കിയിരിക്കുകയാണ് ഇതിൽ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന പെറ്റീഷനാണ് ഡിസ്ചാർജ് പെറ്റീഷൻ. ആ ഡിസ്ചാർജ് പെറ്റീഷനിൽ കീഴ്ക്കോടതിയിലും ഹൈക്കോടതിയിലും ജയിച്ച് നിൽക്കുകയാണ് പിണറായി വിജയൻ. സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്നു. അതാണ് ഈ 10-36 തവണ മാറ്റിവെച്ചു, അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്നൊക്കെ പറഞ്ഞുള്ള ബഹളമില്ലേ, അത് ഈ ഡിസ്ചാർജ് പെറ്റീഷനാണ്. ഇപ്പോൾ സുപ്രീം കോടതി അത് തള്ളിക്കളഞ്ഞു എന്ന് വയ്ക്കുക. എന്നിട്ട് പിണറായി വിജയനെ പ്രതിയാക്കി കഴിഞ്ഞാൽ അപ്പോഴും കുറ്റമൊന്നും തെളിയുന്നില്ല. ലാവ്ലിൻ കേസിൽ പിണറായി വിജയൻ കൂടെ പ്രതിയാണ്, വിചാരണ നടക്കട്ടെ എന്ന് പറഞ്ഞ് നേരെ ഇത് ലോവർ കോർട്ടിൽ വരും, വിചാരണ തുടങ്ങും. എന്നിട്ട് ലോവർ കോർട്ട് കുറ്റക്കാരനാണെന്ന് വിധിച്ചാൽ മാത്രമേ ഫസ്റ്റ് സ്റ്റെപ്പിൽ പിണറായി വിജയൻ കുറ്റക്കാരനാകുകയുള്ളൂ. പിന്നെ ഹൈക്കോടതിയുണ്ട്, പിന്നെ സുപ്രീം കോടതിയുണ്ട്. ഇത്രയും പ്രൊസീജിയറുണ്ട് പിണറായി വിജയൻ കുറ്റക്കാരനാവണമെങ്കിൽ. അപ്പോൾ തെളിഞ്ഞ ഒരു കുറ്റം എന്ന് പറയുന്ന രീതിയിൽ പിണറായി വിജയൻ്റെ പേരിലില്ല. പക്ഷേ തെളിഞ്ഞ ഒരു കുറ്റം, അഴിമതി കുറ്റം EMSൻ്റെ പേരിൽ നിലനിൽക്കുകയും ചെയ്യുന്നു. ആ EMSനെ മഹത്വവൽക്കരിക്കുന്നത് എങ്ങനെയാണ്? ആ EMSനെ വെച്ചിട്ട് അങ്ങേരെത്ര നല്ലവനായിരുന്നു, താനിങ്ങനെ കൊളരുതാത്തവനായി പോയല്ലോ എന്ന് പിണറായി വിജയനോട് പറയുന്നത് ന്യായമാണോ? ആ താരതമ്യം ശരിയല്ല. അതാണ് ഞാൻ പിണറായി വിജയൻ കൊള്ളാവുന്ന ആളാണെന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയല്ല. ഈ MTയുടെ താരതമ്യം തെറ്റിപ്പോയി, ഫണ്ടമെൻ്റലി റോങ്. ഈ കമ്മ്യൂണിസ്റ്റ് ഭരണം നേരിട്ട് അനുഭവിച്ചിട്ടില്ലാത്ത ഒരുപാട് പേരുണ്ട്, പ്രത്യേകിച്ച് സാഹിത്യകാരന്മാർ. അവരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാണ്, പിന്നെ അവരെ ആരും ഉപദ്രവിക്കുകയില്ലല്ലോ. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരല്ലാത്തവരെയും സാധാരണ ജനങ്ങളെയും EMS എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത്, അതല്ലേ നോക്കേണ്ടത്. MT വാസുദേവൻ നായർ
ഒരു ദിവ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപക്ഷെ ആരും ഒന്നും ചെയ്ത് കാണില്ല, അനുഭവങ്ങളും ഉണ്ടാവില്ല. പൊതുവേ അന്ന് സാഹിത്യകാരന്മാരെല്ലാം ഒരു ഇടത്തോട്ട് ചാഞ്ഞു നിൽക്കുന്ന സ്വഭാവക്കാരുമായിരുന്നു. ഈ ONV കുറുപ്പായാലും വയലാർ രാമവർമ്മ ഇടതുപക്ഷം എന്ന് പറയാൻ പാടില്ല, എന്നാലും ഒരു ചായ്വ് അങ്ങോട്ടും ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ഇതില്ലാതിരുന്ന ആൾക്കാരെ വല്ലാതെ ഉപദ്രവിച്ചിരുന്നു. അതിൽ പി കേശവദേവ് പെടും, ചങ്ങമ്പുഴ പെടും, സഞ്ജയൻ പെടും. അവരെല്ലാം ഭീകരമായും പലപ്പോഴും മനോഹരമായും തിരിച്ചടിച്ചു കൊണ്ടുവരുന്നു. അപ്പോൾ MT വാസുദേവൻ നായർക്ക് EMSനെ പറ്റി പരാതിയില്ലാതിരിക്കാം, പക്ഷേ ഒബ്ജക്റ്റീവായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പിണറായി വിജയൻ EMSനേക്കാൾ ഭേദമാണെന്ന് പറയും. EMS ഭേദമാണെന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് തെറ്റാണെന്നും നമുക്ക് പറയേണ്ടി വരും. EMS സർക്കാരിൻ്റെ ചെയ്തികൾ വളരെ ബ്രീഫായിട്ട് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അത് അടുത്ത ലക്കം പൊളിച്ചെഴുത്തിലാവാം. പുതിയൊരു പൊളിച്ചെഴുത്തുമായി ഇതിൻ്റെ തുടർച്ചയുമായി വീണ്ടും കാണാം. നമസ്കാരം.